സാധാ രീതിയിലുള്ള എഡ്യൂക്കേഷൻ തമ്മിൽ എന്താണ് വ്യത്യാസം, പിന്നെ വാല്യൂ എഡ്യൂക്കേഷൻ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടേണ്ട ആവശ്യകത എന്താണ് എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഇപ്പൊ നിലവിൽ നമ്മുടെ ഇന്ത്യയിൽ അഭിമുഖീകരിക്കുന്ന സോഷ്യൽ മാലേഴ്സുകൾ അഥവാ നമ്മുടെ സാമൂഹിക വിപത്തുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി അടുത്ത നെക്സ്റ്റ് പറയാൻ പോകുന്നത്, സ്ക്രീൻ വിസിബിൾ അല്ലേ? അപ്പൊ റോൾ ഓഫ് ടീച്ചേഴ്സ് ഇൻ വാല്യൂ എഡ്യൂക്കേഷൻ എന്താണ്? ഈ വാല്യൂ എഡ്യൂക്കേഷനിൽ നമ്മുടെ അധ്യാപകരുടെ പങ്ക് എന്താണെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് വാല്യൂ എഡ്യൂക്കേഷൻ കൂടി ഇന്റഗ്രേറ്റഡ് ചെയ്താല് നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ ആക്കി അല്ലെങ്കിൽ ഏറ്റവും നല്ല ഉത്തമ പൗരന്മാരാക്കി നമുക്ക് മാറ്റാൻ സാധിക്കുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് നമ്മുടെ വാല്യൂ എഡ്യൂക്കേഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കേണ്ട ആളുകൾ അധ്യാപകർ തന്നെയായിരിക്കും, ടീച്ചേഴ്സ് ആയിരിക്കും. അപ്പോ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. റോൾ ഓഫ് ടീച്ചേഴ്സ് ഇൻ വാല്യൂ എഡ്യൂക്കേഷൻ. ഈ മൂല്യ വിദ്യാഭ്യാസത്തിൽ വാല്യൂ എഡ്യൂക്കേഷനിൽ ഇവരുടെ പങ്ക് എന്താണ്, ടീച്ചേഴ്സിന്റെ പങ്ക് എന്താണ് എന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു സബ്ഹെഡിങ് ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം ഈ കുട്ടികൾ വെറും എന്താ പറയാ ഇൻസ്ട്രക്ഷൻസിലൂടെ ഈ ഇവര് ടീച്ചേഴ്സ് പറയുന്ന പാഠങ്ങളിലൂടെ ലെക്ചേഴ്സിലൂടെ മാത്രമല്ല ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്, മറിച്ച് ടീച്ചേഴ്സിനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് കൂടിയാണ് ഈ കുട്ടികൾ ഓരോ കാര്യങ്ങളും പഠിച്ചെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയെ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു ക്ലാസ്സിനെ പഠിപ്പിക്കുന്നതിനപ്പുറം ഓരോ കുട്ടിയെയും വ്യക്തിപരമായിട്ട് ഗൈഡ് ചെയ്യുക എന്നുള്ളത് ഈ ടീച്ചറുടെ ഒരു അധ്യാപകന്റെ ഏറ്റവും വലിയ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയിലേക്ക് മൂല്യങ്ങൾ വാല്യൂസിനെ ഇൻജക്ട് ചെയ്ത് കൊടുക്കുന്നതിൽ, അയാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കുന്നതിൽ നമ്മുടെ ടീച്ചേഴ്സ് ഒഴിച്ചുകൂടാനാവാത്ത ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോ ഇത് വാല്യൂസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ള സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ മറ്റുള്ള ഒരു തിയറീസ് പഠിച്ചു പോകുന്ന പോലെയല്ല വാല്യൂസ് പഠിപ്പിക്കേണ്ടത്. വാല്യൂസ് വെറും ഒരു സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തിട്ടോ മാത്രം ഒരു വിദ്യാർത്ഥിയും പഠിക്കൂല. ആദ്യം ആ വാല്യൂസ് ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന് അവർ പ്രവർത്തിച്ചുകൊണ്ട് കാണിക്കണം. ടീച്ചേഴ്സ് കൂടി ആ വാല്യൂസ് ഉൾക്കൊള്ളുന്നവരാണെങ്കിൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് അത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ഉൾക്കൊള്ളാൻ കൂടി സാധിക്കുകയുള്ളൂ. അല്ലെ? ടു ടീച്ച് വാല്യൂസ് ടീച്ചേഴ്സ് മസ്റ്റ് ഫസ്റ്റ് പ്രാക്ടീസ് ദം. ആദ്യം ടീച്ചേഴ്സ് ആ വാല്യൂസ് ഉൾക്കൊള്ളുമ്പോഴാണ്, അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ വാല്യൂസ് കുട്ടികൾ കൂടി എന്ത് ചെയ്യാൻ കഴിയുന്നത്, പഠിപ്പിക്കാൻ ഉതകുന്ന രീതിയിൽ അവർക്ക് സാധിക്കുക. നമുക്കറിയാം ഗാന്ധിജിയുടെ ഒക്കെ ഒരു കോട്ടിംഗ് ഒക്കെ ഉണ്ട് അല്ലെ? ആക്ഷൻസ് സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്. വെറും സംസാരിച്ചൊരു കാര്യം വായ കൊണ്ട് പറയുന്നതിനപ്പുറം അത് പ്രവർത്തിച്ച് കാണിക്കുമ്പോഴാണ് കുറച്ചും കൂടി ഏറ്റവും എഫക്റ്റീവ് ആകുന്നതൊക്കെ ഗാന്ധിജിയുടെ കോട്ടിംഗ് ഒക്കെ നമുക്ക് ഇതിനോട് ചേർത്ത് വായിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റ് സാധാരണ സബ്ജക്റ്റുകൾ പോലെ തിയറി പറഞ്ഞു പോകുന്നത് പോലെ വെറും അധ്യാപന ലെക്ചേഴ്സിലൂടെ മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല, വാല്യൂ പഠിപ്പിച്ചെടുക്കാനൊന്നും പറ്റൂല. അതേപോലെ തന്നെ പ്രാർത്ഥനകൾ കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്ന അല്ലെങ്കിൽ കൃത്യമായിട്ട് ചർച്ചിലേക്കോ അമ്പലത്തിലേക്കോ ഒക്കെ പോകുന്നത് കൊണ്ട് മാത്രം നമ്മൾക്ക് വാല്യൂ എഡ്യൂക്കേഷൻ കിട്ടിക്കോണമെന്നില്ല. അപ്പൊ സാധാരണ രീതിയിൽ എഡ്യൂക്കേഷനിലൂടെ ലെക്ചേഴ്സിലൂടെ മാത്രം അല്ലെങ്കിൽ പ്രയർ കുറെ പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം ഒരാൾ വാല്യൂ എഡ്യൂക്കേഷൻ ഉള്ള ആളായിട്ട് നമുക്ക് അയാൾ പരിഗണിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷന് പുറമെ കുട്ടികൾ ഇയാളുടെ ഈ ടീച്ചേഴ്സിന്റെ സ്വഭാവത്തിൽ നിന്നാണ് ഇവരെ എന്ത് ചെയ്യുന്നത്, വാല്യൂസ് പഠിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ടീച്ചർ എന്ന് പറയുന്നത് അയാള് ഹോണസ്റ്റി സത്യസന്ധതയില്, ഫെയർനെസ് നീതിബോധത്തില്, റെസ്പെക്ട് ബാക്കിയുള്ളവരോടുള്ള ബഹുമാനിക്കുന്ന വിഷയത്തില്, അതേപോലെ തന്നെ കമ്പാഷൻ അനുകമ്പാപൂർവ്വം പെരുമാറുന്ന വിഷയത്തിലൊക്കെ ഈ വിദ്യാർത്ഥികൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു അധ്യാപകനായിരിക്കണം. അവർക്ക് മോഡലിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു അധ്യാപകനായിരിക്കണം ഈ സിസ്റ്റങ്ങളിൽ പഠിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ വർക്ക് ചെയ്യേണ്ടത് എന്നർത്ഥം. അപ്പൊ നിങ്ങള് സൈക്കോളജിയാണ്, അപ്പൊ ഈ പറഞ്ഞതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മള് ബിഹേവിയറൽ തിയറീസ് ഒക്കെ പഠിക്കുന്ന ആൾക്കാരാണ് അല്ലെ? ബിഹേവിയറൽ തിയറിയിൽ ആൽബർട്ട് ബന്ദൂരയുടെ ഒരു തിയറി ഒക്കെ ഉണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമ്മൾ ഇതിനോട് കണക്ട് ചെയ്ത് വായിക്കേണ്ട സാധനമാണ്. ടൈപ്പ് ചെയ്ത് ഇൻകോൾ മെസ്സേജിൽ ഇട്ടാലും മതി. ബിഹേവിയറൽ തിയറീസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിലൊരു സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറി വരുന്നുണ്ട്, ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എന്താ പറയാ, B.F. സ്കിന്നറുടെ തിയറീസ് വരുന്നുണ്ട്, പാരന്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട്. അതിൽ തന്നെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തിയറിയാണ് ആൽബർട്ട് ബന്ദൂരയുടെ തിയറി ഉണ്ട്. ഓക്കെ, ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല.
സോഷ്യൽ ലേണിംഗ് തിയറി എന്നാണ് ആ തിയറിയുടെ പേര്. അപ്പൊ അതിലൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമ്മൾ വളർന്നു വരുന്ന കുട്ടികളൊക്കെ ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത് അത് അവരുടെ സ്വഭാവത്തെ പോലും രൂപീകരിക്കുന്നത് ഒബ്സർവ് ചെയ്തിട്ടാണ്, അല്ലെ? അവര് സൊസൈറ്റിയിൽ കാണുന്ന ആൾക്കാരെ നോക്കിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഇതൊക്കെ നിരീക്ഷിച്ചുകൊണ്ടാണ് ഓരോന്നും പഠിച്ചെടുക്കുന്നതെന്നൊക്കെ അദ്ദേഹത്തിന്റെ തിയറിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതേ കാര്യമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഈ വാല്യൂ എഡ്യൂക്കേഷൻ അത് വെറും ഒരു ലെക്ചേഴ്സിലൂടെ മാത്രം വിദ്യാർത്ഥിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല, മറിച്ച് അത് പഠിപ്പിക്കുന്ന അധ്യാപകൻ ആദ്യം അത് ഉൾക്കൊള്ളുന്ന ഒരാളായിരിക്കണം എന്നാണ് പറയുന്നത്. വാല്യൂ എഡ്യൂക്കേഷൻ ഷുഡ് ബി ഇന്റഗ്രേറ്റഡ് ഇൻ ടു ഡെയിലി ടീച്ചിങ്, നോട്ട് ടോട്ട് ആസ് എ സെപ്പറേറ്റ് സബ്ജക്ട്. ഇതൊരു സെപ്പറേറ്റ് ഒരു വിഷയം ആയിട്ട് പഠിപ്പിക്കുന്നതിനപ്പുറം നമ്മുടെ നിത്യേനയുള്ള അധ്യാപനത്തിൽ എന്ത് ചെയ്യണം, വാല്യൂ എഡ്യൂക്കേഷൻ കൊണ്ടുവരാൻ സാധിക്കണം. നമുക്കറിയാം അധ്യാപകൻ നിത്യേനയുള്ള മറ്റേ അദ്ദേഹത്തിന്റെ ടീച്ചിങ് സ്റ്റൈലിലൊക്കെ വാല്യൂ ഇന്റഗ്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അഭിസംബോധനങ്ങളിൽ കുട്ടികളെ എടാ പോടാ എന്ന് വിളിക്കുന്നതിന് പകരം എന്ത് ചെയ്യണം, കൃത്യമായിട്ട് റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവർക്ക് അവരൊരു വ്യക്തിയാണെന്നൊരു റെസ്പെക്ട് ഒക്കെ കൊടുത്തുകൊണ്ട് സംസാരിക്കണം. അതേപോലെ അവരുള്ള മറ്റ് ഇടപാടുകളിലും കൃത്യമായിട്ടുള്ള റെസ്പെക്ട്, അതേപോലെ ഡിഗ്നിറ്റി കാത്തു സൂക്ഷിക്കാൻ അധ്യാപകർക്ക് കഴിയണം. അപ്പൊ ഒരു സബ്ജക്ട് എന്നതിനപ്പുറം അവരുടെ ടീച്ചിങ്ങിന്റെ കൂടി വാല്യൂസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് ഇതിന് കൃത്യമായിട്ടൊരു ഫലം ഉണ്ടാവുന്നത് എന്നർത്ഥം. അപ്പോൾ അതേപോലെ തന്നെ ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ഇറ്റ് മസ്റ്റ് സെൽഫ് റിഫ്ലക്ട് ഹ്യൂമൻ വാല്യൂസ്. ഇവിടുത്തെ ഇവരുടെ ഈ അധ്യാപകന്റെ ഈ ടീച്ചിങ് ആയിക്കോട്ടെ, വിദ്യാർത്ഥികൾ പഠിക്കുന്ന ആ ഒരു എൻവയോൺമെന്റ് ആയിക്കോട്ടെ, എല്ലാം ഒരു ഹ്യൂമൻ വാല്യൂസിനെ പ്രതിധ്വനിപ്പിച്ച് കാണിക്കുന്നതായിരിക്കണം, പ്രതിനിധീകരിക്കുന്നതായിരിക്കണം, റിഫ്ലക്ട് ചെയ്യുന്നത് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു അധ്യാപകൻ തന്റെ വിദ്യാർത്ഥിക്ക് നേരെ എന്ത് ചെയ്യണം, സ്നേഹം കാണിക്കണം, നല്ല കെയർ പ്രകടിപ്പിക്കണം, അതേ റെസ്പെക്ട് കൊടുക്കണം. അതേപോലെ തന്നെ തന്റെ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ പെരുമാറാനും അദ്ദേഹം പഠിച്ചിരിക്കണം, ശീലിച്ചിരിക്കണം എന്നർത്ഥം. അപ്പൊ അതിനോടൊപ്പം തന്നെ ഒരു രീതിയിലുള്ള ഇൻജസ്റ്റിസ് അല്ലെങ്കിൽ ഹ്യൂമിലിയേഷൻ, അവരെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടിയും ഒരു പ്രവണതയും ഒരു അധ്യാപകന്റെ ഭാഗത്ത് ഉണ്ടാവുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് എന്നർത്ഥം. അപ്പോ അധ്യാപകൻ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? സ്വാഭാവികമായിട്ടും നമ്മുടെ ക്ലാസ്സിൽ വ്യത്യസ്ത രീതിയിലുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാവും, ഇല്ല? വ്യത്യസ്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന, വ്യത്യസ്ത കൾച്ചറൽ പേഴ്സ്പെക്റ്റീവുകൾ ഉൾക്കൊള്ളുന്ന, വ്യത്യസ്ത രീതിയിലുള്ള ഭാഷ സംസാരിക്കുന്ന കുട്ടികളൊക്കെ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു അധ്യാപകൻ അയാൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അയാൾക്ക് ഏറ്റവും ഫേവറബിൾ ആയി തോന്നുന്ന ആളുകളെ മാത്രം പരിഗണിക്കാതെ ഈ വൈവിധ്യത്തെ ഉൾക്കൊള്ളാൻ കൂടി എന്ത് ചെയ്യണം, അയാൾ പഠിച്ചിരിക്കണം. ടീച്ചേഴ്സ് മസ്റ്റ് റെസ്പെക്ട് കൾച്ചറൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി. ഒരു അധ്യാപകൻ അയാളുടെ ക്ലാസ്സിലെ സാംസ്കാരികമായിട്ടുള്ള, ഭാഷാപരമായിട്ടുള്ള വൈവിധ്യത്തെ നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം, ബഹുമാനിക്കാൻ പഠിച്ചിരിക്കണം. നമുക്കറിയാം, നമ്മൾ സാധാരണഗതിയിൽ കളിയാക്കാറുള്ളതാണ്. ഇപ്പൊ ഉദാഹരണം, മലപ്പുറത്തുള്ള ഒരാളാണെങ്കിൽ തിരുവനന്തപുരക്കാരെ കളിയാക്കും, തിരുവനന്തപുരക്കാരാണെങ്കിൽ മലപ്പുറക്കാരെ കളിയാക്കും. അപ്പൊ പക്ഷേ ഒരു അധ്യാപകൻ തന്റെ ക്ലാസ് മുറുകയിൽ വിദ്യാർത്ഥികളോട് ഒരു രീതിയിലും അവരുടെ ഭാഷയുടെ പേരിലോ അല്ലെങ്കിൽ അവരുടെ സംസ്കാരത്തിന്റെ പേരിലോ മറ്റൊരു ക്രൈറ്റീരിയ വെച്ചിട്ടുകൊണ്ടും ഡിസ്ക്രിമിനേഷൻ നടത്താൻ പാടുള്ളതല്ല. ഒരു നിലക്കും അവരുടെ ഭാഗത്ത് ആ രീതിയിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല. അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത്, ഗുഡ് ടീച്ചിങ് ബിൽഡ്സ് ഓൺ സ്റ്റുഡൻസ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സ് ആൻഡ് പ്രിയർ എക്സ്പീരിയൻസസ്. ഒരു നല്ല അധ്യാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സ് കൂടി പരിഗണിക്കുന്ന അധ്യാപനത്തെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്, ഒരു നല്ല അധ്യാപനം എന്ന് പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അധ്യാപകനിക്ക് തന്റെ സ്റ്റുഡൻസിനോട് നല്ല രീതിയിലുള്ള ഹൈ എക്സ്പെക്ടേഷൻസ് കൃത്യമായി പാലിച്ചു കൊടുക്കാൻ കഴിയണം. ഒരു ബയാസും ഇല്ലാതെ, ഒരു മുൻവിധിയും ഇല്ലാതെ നല്ല ഹൈ എക്സ്പെക്ടേഷൻസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ അധ്യാപകർക്ക് സാധിക്കണം. എ വെൽക്കമിങ് ആൻഡ് ഇൻക്ലൂസീവ് ക്ലാസ് റൂം എൻവയോൺമെന്റ് ഈസ് എസെൻഷ്യൽ. അതോടൊപ്പം തന്നെ എല്ലാവരെയും കൃത്യമായിട്ട് ഒരു വെൽക്കമിങ് ആകുന്ന രീതിയിൽ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ക്ലാസ് റൂം എൻവയോൺമെന്റ് നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാക്കിയെടുക്കണം. അഥവാ നമ്മുടെ ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥിക്ക് പോലും ഈ സാറിനെ അല്ലെങ്കിൽ ഈ ഒരു ടീച്ചർക്ക് എന്നോടുണ്ടല്ലോ എന്തോ ഒരു ഹോസ്റ്റിയാലിറ്റി അല്ലെങ്കിൽ എന്നോട് ശത്രുത ഉണ്ടല്ലോ എന്ന് തോന്നാൻ പാടില്ല. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, ക്ലാസ്സിലെ ഏറ്റവും അവസാനത്തെ ബാക്ക് ബെഞ്ചറെ പോലും അല്ലെങ്കിൽ തീരെ പഠിക്കാൻ പിന്നിലായ കുട്ടികളെ പോലും പരിഗണിക്കുന്ന ഒരു രീതിയായിരിക്കണം നമ്മുടെ ക്ലാസ് റൂം എൻവയോൺമെന്റിൽ ഉണ്ടായിരിക്കേണ്ടത്. ടീച്ചേഴ്സ് ഷുഡ് വർക്ക് വിത്ത് ഫാമിലീസ് ആൻഡ് ദ കമ്മ്യൂണിറ്റി ടു സപ്പോർട്ട് സ്റ്റുഡൻസ് ലേണിംഗ്. നമുക്കറിയാം, നമ്മൾ സാധാരണ ഇതിലുള്ള സ്കൂളിലൊക്കെയാണ് പഠിപ്പിക്കുന്നത് എങ്കിൽ, ഇപ്പൊ കേരളത്തിലൊക്കെ എത്രമാത്രം ആപ്ലിക്കബിൾ ആണെന്ന് അറിയില്ല. മറ്റ് സാധാരണ സ്കൂളുകൾ, നമ്മുടെ പുറത്തുള്ള സ്ഥലങ്ങളിൽ, ഇപ്പൊ ഗ്രാമങ്ങളിലൊക്കെ, ഈ റൂറൽ ഏരിയാസിലൊക്കെ ഉള്ള സ്കൂളുകളിലൊക്കെ നമ്മൾ വെറും ക്ലാസ് റൂം അധ്യാപനം കൊണ്ട് മാത്രം ഒരു കുട്ടിയെ പരിപോഷിപ്പിച്ചെടുക്കാൻ സാധിക്കില്ല. ഒരു കുട്ടിയുടെ ചിലപ്പോ നമ്മുടെ ക്ലാസ്സിൽ ഉറക്കം തൂങ്ങുന്ന വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ തീരെ ശ്രദ്ധിക്കാതെ കെയർലെസ് ആയിരിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കും.
അപ്പൊ അവനെ എത്ര ഉപദേശിച്ചിട്ടും നീ എന്താ പഠിക്കാത്തത്, നീ എന്താ ഉറക്കം തോന്നുന്നത് ഉപദേശിച്ചിട്ടോ അല്ലെങ്കിൽ അവനെ മറ്റ് പണിഷ്മെന്റ് കൊടുത്ത് നന്നാക്കാൻ ചിലപ്പോൾ സാധിക്കില്ല. കാരണം അവന്റെ ആ ഒരു സ്വഭാവത്തിന് പിന്നിൽ ഒരുപാട് മറ്റ് കാരണങ്ങൾ ഉണ്ടായിരിക്കും. അവന്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള മറ്റ് കാരണങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കും. അവൻ വരുന്നത് ചിലപ്പോ വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഫാമിലിയിൽ നിന്നായിരിക്കും. നിങ്ങൾ ഷോർട്ട് ഫിലിം ഒക്കെ കാണുന്ന ആളുകളാണെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള നല്ലൊരു മനോഹരമായ ഷോർട്ട് ഫിലിം ഒക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. ഒരു കുട്ടി എന്നും, അതിനൊരു ഇതിവൃത്തം ഞാൻ പറഞ്ഞുതരാം. എന്നും ക്ലാസ്സിലേക്ക് നേരം വൈകി വരും. ഒരു അധ്യാപകൻ മറ്റൊന്നും ചോദിക്കാതെ നേരം തീരുമാനം അടിക്കും. അങ്ങനെ ദിവസവും ഇവരിങ്ങനെ നേരം വൈകി വരും, ഇയാൾ അടിക്കും. ഒരു മാറ്റവും കൃത്യമായിട്ട് ഉണ്ടാവുന്നില്ല. ഒരു ദിവസം ഇദ്ദേഹം ഇങ്ങനെ ജോഗിങ്ങിന് പോകുന്ന സമയത്താണ് അവിചാരിതമായിട്ട് ഈ വിദ്യാർത്ഥിയെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്നത്. ആ സമയത്ത് ഈ കുട്ടി ചെയ്യുന്നതെന്ന് വെച്ചാൽ അവന്റെ അമ്മയുമായിട്ട് വീൽ ചെയർ, അവന്റെ അമ്മ ഒരു വയ്യാത്ത അമ്മയാണ്, അപ്പൊ വീൽ ചെയറിലൊക്കെ ഇരുത്തി ഉന്തിക്കൊണ്ട് പോകുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അവനെ കുറച്ച് പത്രമൊക്കെ ഇടാൻ വേണ്ടി വയ്യാതെ ഫോളോ ചെയ്ത് നോക്കുന്നു. എന്തൊക്കെ ചെന്ന് നോക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യുന്നു, നാട്ടിലെ പത്രം ഡിസ്ട്രിബ്യൂട്ടറായിട്ട്, പത്രം വിതരണക്കാരനായിട്ട് അവൻ വർക്ക് ചെയ്യുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ആ കുട്ടി എന്ത് ചെയ്യുന്നത്, ഓടിക്കതച്ച് സ്കൂളിലേക്ക് വന്നെത്തുന്നത്. അപ്പൊ ബാക്കിയുള്ള കുട്ടികൾക്ക് ഇല്ലാത്ത ഒരു ചെറിയ പരിഗണന എന്ത് ചെയ്യണം, ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുക എന്ത് ചെയ്യേണ്ടി വരും, ഈ ഒരു അധ്യാപകൻ തന്റെ വിദ്യാർത്ഥിയെ ക്ലാസ് റൂമിലെ ബന്ധത്തിനപ്പുറം അവരുടെ ഫാമിലിയെ കൂടി അടുത്തറിയണം, അവരുടെ കമ്മ്യൂണിറ്റിയിൽ പോയി അവരെ മനസ്സിലാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുമ്പോഴാണ് ഈ ഒരു വിദ്യാഭ്യാസത്തിനേക്ക് അല്ലെങ്കിൽ ലേണിംഗ് പഠനത്തിനേക്ക് ഒരു മൂല്യം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എഫക്റ്റീവ്നെസ് ഉണ്ടാവുന്നത്. ഏതായാലും കൾച്ചറലി ഇൻഫോംഡ് ടീച്ചിങ് സപ്പോർട്ട്സ് ഓൾ ലേണേഴ്സ് ഈക്വലി. അപ്പൊ നമ്മൾ എല്ലാവരുടെയും കൾച്ചറിനെ ബഹുമാനിച്ചുകൊണ്ടുള്ള, സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ടീച്ചിങ് എൻവയോൺമെന്റ് ആകുമ്പോൾ അതെന്ത് ചെയ്യുന്നു, നമ്മുടെ പഠിതാക്കൾക്ക്, വിദ്യാർത്ഥികൾക്ക് ഈക്വലായ രീതിയിൽ പഠിക്കാനുള്ള ഒരു സാഹചര്യം അത് ഒരുക്കുന്നു എന്നർത്ഥം. എ പോസിറ്റീവ് ക്ലാസ് റൂം എൻവയോൺമെന്റ് ഫോസ്റ്റേഴ്സ് വാല്യൂസ് ദാറ്റ് ഹെൽപ്പ് കോംബാറ്റ് സോഷ്യൽ എവിൾസ്. നമുക്കറിയാം. അപ്പൊ ഈ രീതിയിൽ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ക്ലാസ് റൂം എൻവയോൺമെന്റ് വളർന്നു വന്ന വിദ്യാർത്ഥികളായി പിന്നീട് ഭാവിയിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ സമൂഹത്തിൽ നേരിടുന്ന വിപത്തുകൾ അല്ലെങ്കിൽ സോഷ്യൽ എവിൾസ്, നമ്മുടെ സമൂഹത്തിലെ കൊള്ളരുതായ്മകൾക്കെതിരെ അതിനെതിരെ ശബ്ദിക്കാൻ മാത്രം അവരെ പ്രാപ്തരാക്കുന്നു. ഇത്തരത്തിൽ നല്ലൊരു ഈക്വൽ ട്രീറ്റ്മെന്റ് കിട്ടി വളരെ നല്ല വിദ്യാഭ്യാസം ലഭിച്ച തലമുറയാണ് എങ്കിൽ, നല്ല രീതിയിൽ വിദ്യാഭ്യാസം ഉൾക്കൊണ്ട വിദ്യാർത്ഥികളാണ് എങ്കിൽ, അവർക്ക് പഠനം കഴിഞ്ഞ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ് അവർ സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവർക്ക് നമ്മുടെ സമൂഹത്തിലുള്ള തിന്മകളോട് രാജിയാവാതെ, സാധാരണ രീതിയിൽ ഒരാൾക്ക് ജോലി കിട്ടുമ്പോൾ അയാൾ അഴിമതി കാണിക്കുമെങ്കിൽ, ഇത്തരത്തിൽ പറഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ ഇത്തരത്തിൽ അഴിമതി ആയിക്കോട്ടെ മറ്റ് അനീതികൾക്കെതിരെ അവർക്ക് നിലകൊള്ളാൻ, അതിനൊക്കെ കൃത്യമായി നേരിടാൻ അവർക്ക് സാധിക്കും എന്നർത്ഥം. ത്രൂ സസ്റ്റൈൻഡ് ഇന്ററാക്ഷൻ ടീച്ചേഴ്സ് കോൺട്രിബ്യൂട്ട് ടു ബിൽഡിംഗ് എ വാല്യൂ ബേസ്ഡ് സൊസൈറ്റി. അപ്പോ ഒരു കൃത്യമായിട്ടുള്ള എന്നും ഒരു റെഗുലർ ആയിട്ടുള്ള ഈ ഇന്ററാക്ഷൻ ഒക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും. ഇത് ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ഹെഡിങ്ങിലേക്ക് നമുക്ക് കിടക്കാം. ഇനി ഈ മൂല്യങ്ങൾ നമ്മൾ പറഞ്ഞു, നമ്മൾ ക്ലാസ് റൂമുകളിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം, വിദ്യാർത്ഥികൾക്ക് വാല്യൂസ് പഠിപ്പിച്ചു കൊടുക്കാൻ, നമുക്ക് മൂല്യങ്ങൾ പകർന്നു കൊടുക്കാൻ സാധിക്കണം. അധ്യാപകർക്ക് അതിന് വലിയ റോൾ ഉണ്ടെന്നൊക്കെ. ഈ മൂല്യങ്ങൾ പകർന്നു കൊടുക്കാൻ വിദ്യാർത്ഥികൾക്ക് ഈ രീതിയിൽ പരിശീലനങ്ങൾ കൊടുക്കാൻ അധ്യാപകർക്ക് ഏതൊക്കെ രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആണ് ഉപയോഗിക്കാൻ പറ്റുക, അതിനുള്ള കുറച്ച് സജഷൻസ് ആണ്. ഒന്നാമത്തെ ഡിസിപ്ലിൻ. നമുക്കറിയാം അച്ചടക്കം എന്നത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അധ്യാപകർക്ക് കൃത്യമായിട്ട് ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക വഴി ആ കുട്ടികളിൽ വാല്യൂ ഇൻജക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കൃത്യമായിട്ട് മുതിർന്നവരെ ബഹുമാനിക്കാനും മറ്റേ ചെറിയ ആൾക്കാരോട് സ്നേഹം കാണിക്കാനും ഓരോ കോണ്ടെക്സ്റ്റിലും അതിനനുസരിച്ച് ബിഹേവ് ചെയ്യാനൊക്കെയുള്ള ഒരു സിസ്റ്റത്തിനാണ് നമ്മൾ ഡിസിപ്ലിൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മളൊരു ചെറിയ കുട്ടി സ്കൂളിലേക്ക് ചെറുപ്പത്തിൽ വിടുന്നത് കൊണ്ട് തന്നെ ആ കുട്ടിയുടെ ഡിസിപ്ലിൻ രൂപീകരിക്കേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്തം സ്വാഭാവികമായിട്ടും സ്കൂളുകൾക്കാണ്. അപ്പൊ ഡിസിപ്ലിൻ പരിശീലിപ്പിക്കുക വഴി നമുക്ക് എന്ത് ചെയ്യാം, ഒരു കുട്ടിയിൽ വാല്യൂ ഇൻജക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. മറ്റൊന്നാണ് റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ മലയാളത്തിൽ തൽക്കാലം ധ്യാനം എന്നൊക്കെ പറയാം. കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഒരു സ്വന്തമായിട്ട് ചിന്തിക്കാൻ വേണ്ടി ഒരു മീ ടൈം ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ കേട്ട ആൾക്കാരുണ്ടോ? ബ്രീത്തിങ് എക്സസൈസ്, ഗ്രൗണ്ടിങ് ടെക്നിക്സ് ഒക്കെ കേട്ട ആൾക്കാർ ഉണ്ടോ? ഓക്കെ.
അപ്പൊ ഈ ബ്രീത്തിങ് ടെക്നിക്സ് എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ ഗ്രൗണ്ടിങ് ടെക്നിക്സ് എന്നൊക്കെ പറഞ്ഞാല് ഇത്രേ ഉള്ളൂ. നമ്മളെ ഫ്യൂച്ചറിനും പാസ്റ്റിനും ഡിസ്കണക്ട് ചെയ്ത് പ്രസന്റിലേക്ക് നമ്മുടെ മൈൻഡിനെ കൊണ്ടെത്തിക്കാൻ സഹായിക്കുന്ന കുറച്ച് എക്സസൈസുകളാണ് ഈ ഗ്രൗണ്ടിങ് ടെക്നിക്സ്, അതേപോലെ ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ കൊടുത്തിട്ട് അവർക്ക് അവരുടെ കാര്യങ്ങൾ ഒന്ന് ശരിക്ക് ഓരോരുത്തർക്കും സ്വയം വിലയിരുത്താനുള്ള സാഹചര്യം ഒരുക്കുക. അതാണ് ഈ റിഫ്ലക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത് വാല്യൂസ് ഇൻജെക്ട് ചെയ്യാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട രീതിയാണ് സ്റ്റോറി ടെല്ലിംഗ്. കഥകൾ പറഞ്ഞു കൊടുക്കുക, നല്ല ധർമ്മകഥകൾ പറഞ്ഞു കൊടുക്കുക, അല്ലെ നല്ല എന്താ ഗുണപാഠമുള്ള കഥകൾ പറഞ്ഞു കൊടുക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡയറക്റ്റ് ആയിട്ട് കുട്ടികളെ സ്വാധീനിക്കാൻ സാധിക്കും. അപ്പൊ സത്യസന്ധതയെ കുറിച്ച് പറയുന്ന ചരിത്ര കഥകൾ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ സ്നേഹം പകർന്നു കൊടുത്ത മദർ തെരേസയെ പോലെയുള്ള ആളുകളുടെ ചരിത്രം പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഈ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചു പോയ നമ്മുടെ ചരിത്രത്തിലെ നല്ല നല്ല ആളുകളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവരുടെയൊക്കെ കഥകൾ പറഞ്ഞു കൊടുത്തു വഴി നമുക്ക് എന്ത് ചെയ്യാം, കുട്ടികളിൽ ധർമ്മം അല്ലെങ്കിൽ വാല്യൂസ്, മൂല്യങ്ങൾ കുത്തിവെച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ എന്താ പറയാ, ഈ മതപഠനശാലകളിലൊക്കെ എന്ത് ചെയ്യും, ഇതിനായിട്ട് സെപ്പറേറ്റ് സബ്ജക്റ്റ് ഒക്കെ ഉണ്ടല്ലോ. അഖിലാഖ് എന്ന പേരിലൊക്കെ എന്ത് ചെയ്യും, മദ്രസകളിലും മറ്റ് പാഠശാലകളിലൊക്കെ ഇതേ സമാനമായിട്ടുള്ള ഓരോ മെത്തേഡുകൾ ഉണ്ടായിരിക്കും അല്ലെ. ഈ സ്വഭാവം ശരിയാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ നല്ല നല്ല സ്വഭാവങ്ങൾ ഏതൊക്കെയാണ്, ചീത്ത സ്വഭാവങ്ങൾ ഏതൊക്കെയാണ് പഠിപ്പിച്ചു കൊടുക്കും. അപ്പൊ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾ, സാധാരണ ഒരു ചെറിയ കുട്ടിയോട് അത് തിയററ്റിക്കലി പറയുന്നതിന് പകരം എന്ത് ചെയ്യുക, നല്ല രീതിയിൽ കഥകളിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഡിസ്കഷൻ, ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുക അവരുടെ വീട്ടിലെ കാര്യങ്ങൾ, മറ്റു കാര്യങ്ങൾ. അപ്പൊ കുട്ടികൾക്ക് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും വ്യത്യസ്ത കൾച്ചറുകളെ കുറിച്ച് മനസ്സിലാക്കാൻ, വ്യത്യസ്ത സ്വഭാവങ്ങളെ മനസ്സിലാക്കാനൊക്കെ അവർക്ക് എന്ത് ചെയ്യും, സാധിക്കും. അതേപോലെ തന്നെ മറ്റൊരു ഉപാധിയാണ് എൻജോയ്മെന്റ്. ഇവർക്ക് എന്ത് ചെയ്യുക, എൻജോയ്മെന്റ് ഉള്ള അവസരങ്ങൾ കൂടി ഒരുക്കി കൊടുക്കുക. പ്ലഷർ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുക, ഇവർക്ക് ഒരുക്കി കൊടുക്കുക വഴി അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഗെയിം ആക്ടിവിറ്റീസിലൂടെ വഴിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മൂല്യങ്ങൾ ഇവർക്ക് കുത്തിവെച്ചു കൊടുക്കാൻ പറ്റും. ഇനി പ്രത്യേകമായിട്ട് കുറച്ച് സ്പെസിഫിക് ആക്ടിവിറ്റീസ് കൂടി, നിർദ്ദേശങ്ങൾ കൂടി നമ്മൾ പറഞ്ഞു വെക്കണം. സ്പെസിഫിക് ആക്ടിവിറ്റീസ് ഫോർ വാല്യൂ എഡ്യൂക്കേഷൻ. ഒന്നാമത്തെ ഒരു മെത്തേഡ്, നമുക്ക് കുട്ടികൾക്ക് വാല്യൂ പഠിപ്പിക്കാനുള്ള, വാല്യൂസ് പറഞ്ഞു കൊടുക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് നരേഷൻ ഓഫ് റെലവന്റ് സ്റ്റോറീസ് ആൻഡ് ടെക്സ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റോറി നരേഷൻ തന്നെയാണത്. രണ്ടാമത്തെ റോൾ പ്ലേ, നാടകം പോലുള്ള ഈ മറ്റെന്ത് ചെയ്യുക, ഒരു അഭിനയിച്ച് കാണിക്കാനുള്ള ചാൻസ് കൊടുക്കുക. അപ്പൊ ഉദാഹരണത്തിന് ഒരു നന്മയുടെ കഥ പറയുന്ന എന്തെങ്കിലും, സ്നേഹത്തിന്റെ കഥ പറയുന്ന എന്തെങ്കിലും കഥാഭാഗം എടുത്ത് വിദ്യാർത്ഥികളെ കൊണ്ട് എന്ത് ചെയ്യുക, അവർക്ക് ഓരോ ക്യാരക്ടറൊക്കെ നിശ്ചയിച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് അഭിനയിപ്പിക്കുക. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും, കൃത്യമായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ആ റോൾ പ്ലേ നല്ലൊരു മെത്തേഡാണ്. അതേപോലെ തന്നെയാണ് മറ്റേത് സ്റ്റേജിങ് ഡ്രാമ കളിപ്പിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ സെലിബ്രേഷൻ ഓഫ് ഫെസ്റ്റിവൽസ്, നമ്മളുടെ സ്കൂളുകളിലൊക്കെ നിന്ന് കൃത്യമായി നടക്കുന്ന പരിപാടിയാണ്. വ്യത്യസ്ത സെലിബ്രേഷൻ, മറ്റേ ഫെസ്റ്റിവൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്കൂൾ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നു. ഓണം ആയിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, പെരുന്നാൾ ആയിക്കോട്ടെ, എല്ലാം നമ്മൾ ഒരുമിച്ച് സ്കൂളിൽ നിന്ന് സെലിബ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ മതവിശ്വാസങ്ങൾ എന്തല്ല, മനുഷ്യനെ ഭിന്നിപ്പിക്കാനുള്ളതല്ല, അത് ഒരുമിപ്പിക്കാനുള്ളതാണ്. നമ്മൾ ഒരുമിച്ചിരിക്കാനാണ് മതങ്ങളുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ നന്നാക്കുകയാണ്, അല്ലാതെ എന്തല്ല മനുഷ്യർക്കിടയിൽ പാലം പണിയുകയല്ല എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതേപോലെയുള്ള ഫെസ്റ്റിവലുകൾ, ആഘോഷങ്ങളെ നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുമ്പോഴാണ്. അപ്പോൾ സെലിബ്രേഷൻ ഓഫ് ഫെസ്റ്റിവൽസ്, നമ്മൾ സ്കൂളുകളിൽ എല്ലാ രീതിയിലുള്ള ഫെസ്റ്റിവൽ ഒരുമിച്ച് ആഘോഷിക്കുക എന്നുള്ളതും നമ്മുടെ വിദ്യാർത്ഥികളിൽ വാല്യൂസ് ഇൻജക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ്. അതേപോലെ തന്നെ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടിവിറ്റീസ്, നമ്മുടെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുക. അതും കുട്ടികൾക്ക് വാല്യൂസ് സ്വീകരിക്കാൻ അല്ലെങ്കിൽ പഠിക്കാനുള്ള ഏറ്റവും വലിയ നല്ലൊരു മാർഗമാണ്. നമുക്കറിയാം, ഈ എന്താ പറയാ, ജൂൺ 5 പരിസ്ഥിതി ദിനമാണ്. അപ്പൊ ആ സമയത്ത് മരം നട്ടിട്ട്, അതേപോലെ മറ്റുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ട്, പ്ലാസ്റ്റിക് ഫ്രീ ക്യാമ്പസ് ആഘോഷിച്ചിട്ട്, അവയർനെസ് കൊടുത്തിട്ട് ഒക്കെ, അതൊക്കെ ഈ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നതിന് പിന്നുള്ള ഉദ്ദേശം വെറും ഒരു പരിപാടിക്കപ്പുറം ഈ കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾ കൂടി മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഈ മൂല്യങ്ങൾ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക, അത് ഉൾക്കൊള്ളുക എന്നതാണ് ആ പരിപാടികളുടെ ഉദ്ദേശം. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് കെയറിങ് ഫോർ ദി ലെസ് പ്രിവിലേജ്ഡ്. നമ്മുടെ ക്ലാസ്സിലെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള, സാമൂഹികപരമായിട്ട് ഒരു പ്രിവിലേജും അനുഭവിക്കാത്ത സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്ക് പ്രത്യേകമായിട്ട് പരിഗണന കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, വിദ്യാർത്ഥികൾക്ക് ശീലിപ്പിക്കണം. ഉദാഹരണം, നമ്മുടെ ക്ലാസ്സിൽ ചിലപ്പോൾ ഉണ്ടാവും നല്ല പാവപ്പെട്ട വിദ്യാർത്ഥി ഉണ്ടാവും. അപ്പോൾ ലഞ്ച് ബോക്സ് കൊണ്ടുവരുമ്പോൾ ബാക്കി എല്ലാവരും നല്ല അടിപൊളി ഫുഡ് ചിലപ്പോൾ കഴിക്കുന്നുണ്ടാക്കി കുട്ടിയുടെ അടുത്ത് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഒരു നല്ലൊരു അധ്യാപകനാണ് എങ്കിൽ അതൊക്കെ കൃത്യമായി നിരീക്ഷിച്ച് മനസ്സിലാക്കിയിട്ട് എല്ലാ കുട്ടികളെ ഒരുമിച്ച് ഇരുത്തിയിട്ട് അവരിൽ നിന്നൊക്കെ പങ്കുവെച്ച് കഴിക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് ആ കുട്ടികൾക്ക് വലിയൊരു പാഠം പകർന്നു കൊടുക്കാൻ സഹായിക്കും. അതേപോലെ തന്നെ മറ്റൊന്നാണ് കമ്മ്യൂണിറ്റി വിസിറ്റ്.
ഓരോ കമ്മ്യൂണിറ്റി പോയിട്ട് എന്ത് ചെയ്യാം, ഇത് വെറും ക്ലാസ് റൂമിൽ മാത്രം കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ക്ലാസ് റൂമിൽ മാത്രം ഒതുക്കാതെ എന്ത് ചെയ്യണം, നമ്മൾ ഇടയ്ക്ക് വൃദ്ധസദനങ്ങള്, അതേപോലെ ഓർഫനേജുകള്, അതേപോലുള്ള മറ്റ് സെറ്റിങ്സുകളൊക്കെ എന്ത് ചെയ്യും, കുട്ടികൾക്ക് കൊണ്ട് കാണിച്ചു കൊടുത്ത് അവർക്ക് ജീവിതത്തിന്റെ ഓരോ മേഖല പരിചയപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അപ്പോഴും എന്ത് ചെയ്യും, അവർക്ക് ഓരോ മൂല്യങ്ങൾ പഠിക്കാൻ സാധിക്കും. ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ മാതാപിതാക്കളായിരിക്കും. പിന്നെ വളർന്നു വരുന്ന ശേഷമാണ് മാതാപിതാക്കളുടെ ബഹുമാനമില്ലാത്തവർക്ക് മാറുന്നത്. അപ്പൊ ഈ കുട്ടിയെ ചെറുപ്പത്തില് ഒരു കുറച്ചൊക്കെ വകതിലുള്ള കുട്ടികളാണ് എങ്കിൽ നമുക്കൊരു ഓർഫനേജിലൊക്കെ കൊണ്ടുപോയിട്ട് വൺ ഡേ സ്പെൻഡ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും, കൃത്യമായിട്ട് എന്താണ് മാതാപിതാക്കളുടെ, നമ്മളെങ്ങനെ മാതാപിതാക്കൾ പെരുമാറണം എന്നൊക്കെ അവർക്ക് എന്ത് ചെയ്യും, കൃത്യമായിട്ട് അത് എന്ത് ചെയ്യും, ഒരു മെസ്സേജ് നൽകാൻ അവരെ സഹായിക്കും. അപ്പൊ ഇത്തരത്തിൽ കമ്മ്യൂണിറ്റി വിസിറ്റുകളും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഒരു മൂല്യം പകർന്നു കൊടുക്കാൻ, വാല്യൂ എഡ്യൂക്കേഷൻ നടത്താൻ ഏറ്റവും പറ്റിയ ഒരു മെത്തേഡാണ്. ഇത് ക്ലിയർ ആയോ? നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് കൂടെ കഴിഞ്ഞിരിക്കുന്നു, സെക്കൻഡ് യൂണിറ്റിലേക്ക് കിടക്കാം. ക്ലിയർ ആണോ? ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്, എന്തോ പറയുന്നുണ്ട്. സംശയം